മറുനാടൻ ഷാജിൻ്റെ അറസ്റ്റ് മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വളരെയേറെ ദുഃഖമായിരുന്നു ഞങ്ങൾക്ക് ആദ്യം തോന്നിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്യുന്നത് പുണ്യപ്രവൃത്തികളാണ്. ആ പുണ്യപ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർക്ക് ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളുണ്ടാവും. അദ്ദേഹത്തിന് ഈ ഷർട്ട് ഇടാണ്ട് കൊണ്ടുപോയതിലുള്ളൊരു സങ്കടമാണ്. കാരണം അങ്ങനത്തെ ഒരു കുറ്റവാളിയൊന്നുമല്ല അദ്ദേഹം പാവങ്ങളുടെ കാര്യങ്ങൾക്ക് ഇടപെടുന്ന, എത്രയോ പാവങ്ങളുടെ ശബ്ദം, കേൾക്കാതിരുന്ന ശബ്ദം ജനങ്ങളിലേക്ക് എത്തിച്ചൊരു വ്യക്തിയാണ്. എത്ര വലിയ പ്രതിയായാലും ഈ ജഡ്ജിയുടെ മുമ്പിലൊക്കെ കൊണ്ടുപോകണതൊന്നും ഈ ടി വിയിലോ മറ്റുള്ളതും കാണിക്കില്ല. അപ്പോൾ റിപ്പോർട്ടർ ചാനലുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ട് ഈ ഗവൺമെൻറ്റിന് അനുകൂലമായ മാത്രമായിട്ടുള്ള ഒരു നീക്കുപോക്കാണ്. കാരണം കൈരളിയുടെ അനിയനെ പോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സമരം ചെയ്യണ ഒരു സാധാരണക്കാരൻ നിലക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ച ഒരു മനുഷ്യൻ്റെ കൂടെ നിൽക്കാനായിട്ടാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണന്മാരുടെ മുമ്പിൽ നിന്ന് ഒരു വ്യക്തിനെ കൊണ്ടുപോകുമ്പോൾ അപ്പനും അമ്മക്ക് ഉണ്ടാകുന്ന വിഷമം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സത്യങ്ങൾ പറയണ ആളുടെ ഈ കൂട്ടിയിടുക, അതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സത്യത്തിന് വലിയില്ലല്ലോ. സത്യാവസ്ഥ തുറന്നു പറയുന്ന ഏതൊരു മാധ്യമപ്രവർത്തകനും ഇതാണ് അവസ്ഥ എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. സത്യത്തിൽ സാറ് ഇതിലൊന്നും തൂക്കില്ല. സാറ് ഇനിയും ഇരട്ടി ശക്തിയോടെ തന്നെ വന്ന് ആഞ്ഞടിക്കും. മുനമ്പം ജനതയ്ക്ക് ഈ സമരത്തിനൊരു ചരിത്രമുണ്ടെങ്കിൽ അതിലൊരു വലിയൊരു പാരഗ്രാഫ് സാജൻ സാറിനെ കുറിച്ച് എഴുതാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ശബ്ദിക്കുന്നവർ സത്യത്തോടെയാണ് ശബ്ദിക്കുന്നതെങ്കിൽ ആര് വിചാരിച്ചാലും അടിച്ചമർത്താൻ പറ്റില്ല. കാരണം സത്യത്തിനെന്നും സത്യത്തിൻ്റെതായ ഒരു പൊസിഷനുണ്ട്. സത്യമേ ജയിച്ചിട്ടുള്ളൂ, ഒരിക്കലും അസത്യം ജയിച്ചിട്ടില്ല. അറസ്റ്റിനെ എങ്ങനെയാണ് ചേട്ടൻ അതിനെപ്പറ്റി പറയാൻ? അത് ഇന്നലെ ഈ അറസ്റ്റിൻ്റെ വിവരം ടി വിയിൽ ന്യൂസ് കണ്ടോടെയുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കത് വളരെയധികം വിഷമം തോന്നി. കാരണം ഈ ഞങ്ങൾ ഈ വക്കമെന്ന ദുരന്തം ഇവിടെ ഞങ്ങൾക്ക് മേൽ വന്ന് പതിച്ചിട്ട് ഇപ്പോൾ ഒരു 3-3.5 വർഷത്തോളമായി. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഒരു ചാനലുകാരും ഞങ്ങളുടെ ഈ വാർത്തകൾ ഒന്ന് പുറം ലോകം എത്തിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് ഒന്ന് അവതരിപ്പിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. കുറേ നാൾ കഴിഞ്ഞ് പിന്നെയാണ് ഈ ആദ്യം കാലങ്ങളിൽ ഞങ്ങളെ സഹായിക്കാനെന്ന് പറയുന്ന രീതിയിൽ ഇവിടെ 1-2 ചാനലുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഗുഡ്നസ് ടി വിക്കാരുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ജനം ടി വി ഉണ്ടായിരുന്നു, പിന്നെ ഈ മറുനാടൻ ഷാജൻ സാറിൻ്റെ അവരുടെ മറുനാടൻ മലയാളി, അങ്ങനെയുള്ള ഏതാനും നിസ്സാരമായ ചാനലുകൾ മാത്രമാണ് നമ്മുടെ ഈ സമരത്തിൻ്റെ വന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറം ലോകത്തിന് അറിയിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ സുരേഷ് ഗോപി സാറ് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇങ്ങോട്ട് ഇവിടെ വരാൻ തുടങ്ങിയത്. പക്ഷേ അതിക്ക് മുമ്പ് തന്നെ ഷാജൻ സാറ് 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യമല്ല, 3-4-5 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുകൂടാണ്ട് ഈ പുള്ളിയുടെ ചാനലുകളിലൂടെ നമ്മുടെ ഈ കാര്യങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് പുള്ളി പുറലോകത്തിന് അറിയിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇന്നലെ ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അത് കൂടുതലും ഈ റിപ്പോർട്ടർ ചാനലിലാണ് അത് കൂടുതൽ അത് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ റിപ്പോർട്ടർ ചാനലുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ട് ഈ ഗവൺമെൻറ്റിന് അനുകൂലമായ മാത്രമായിട്ടുള്ള ഒരു നീക്കുപോക്കാണ്. കാരണം കൈരളിയുടെ അനിയനെ പോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇനി അങ്ങനെ ഇത്ര ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇത് കണ്ടപ്പോൾ നമുക്കുള്ള സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനും ഇവിടെ ഒരു വാർത്തയും കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു പാതിരാക്ക് വന്നിട്ട് രാത്രി വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അല്ലെങ്കിൽ വലിച്ചിറക്കി കൊണ്ടുപോവുക, ഷർട്ട് പോലും ഇടാണ്ട് വലിച്ചിറക്കി കൊണ്ടുപോവുക എന്നൊക്കെ പറയണത് അങ്ങേയറ്റം അതൊരു ഭീകരതയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ അവർക്ക് പറയാനായിട്ട് ചിലപ്പോൾ ന്യായീകരണങ്ങൾ അധികം ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്തായിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞ വാർത്തകൾ ചിലപ്പോൾ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. അത് പിന്നീട് കോടതിയിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. പക്ഷേ ഒരു വീട്ടിൽ നിന്ന് ഇതേപോലെ ഒരു ഡ്രസ്സ് ഷർട്ട് പോലും ഇല്ലാണ്ട് വലിച്ചിറക്കി കൊണ്ടുപോവുക, അതുകൂടാണ്ട് മെഡിക്കൽ എടുക്കാൻ പോകണോടത്ത് എല്ലാ ചാനലുകാരെയും വിളിച്ചുകൊണ്ട് പോയി അത് എടുക്കുക. ഇന്നേവരെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവം കണ്ടിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തനമല്ല, ഒരു പ്രതിനെ എത്ര വലിയ പ്രതിയായാലും ഈ ജഡ്ജിയുടെ മുമ്പിലൊക്കെ കൊണ്ടുപോകണതൊന്നും ഈ ടി വിയിലോ മറ്റുള്ളതും കാണിക്കില്ല. സർക്കാർ കരുതിക്കൂട്ടിയാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ പോക്ക് കാണുമ്പോൾ എന്തെങ്കിലും അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് ഇത്രയും ഇങ്ങനെയുള്ളൊരു ഭീകരത മാതിരെ ചെയ്യുമോ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണില്ല.
ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് കോടതി കയറി ഇറങ്ങി നടക്കണം, ഇവിടെ നിരാഹാര സമരം ഇരിക്കണം. ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പുറം ലോകം അറിയാനായിട്ടൊക്കെ ഇടവരുത്തിയ ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന് ഉണ്ടായ ഈ അനുഭവം വളരെ മോശമായ രീതിയിൽ ഇന്നലെ ഉണ്ടായ അനുഭവത്തിന് ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല പ്രാവശ്യം കടന്നു വരികയും നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒരു കാരണവശാലും ഈ ഇന്നലെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഈ പോലീസിൻ്റെ ആയാലും ആരുടെ ആയാലും നിർദ്ദേശപ്രകാരമാണ് ഇത്ര ക്രൂരമായിട്ട് അദ്ദേഹത്തിനോട് പെരുമാറിയതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ നടപടി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു ഇത് സമരം ചെയ്യണ ഒരു സാധാരണക്കാരൻ നിലക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ച ഒരു മനുഷ്യൻ്റെ കൂടെ നിൽക്കാനായിട്ടാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഷാജൻ സാറിൻ്റെ ആദ്യം അറസ്റ്റ് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? മറുനാടൻ ഷാജൻ്റെ അറസ്റ്റ് മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വളരെയേറെ ദുഃഖമായിരുന്നു ഞങ്ങൾക്ക് ആദ്യം തോന്നിയത്. കാരണം മുനമ്പം ജനതയുടെ ഈ സമരത്തിൻ്റെ ഭാഗമായ കുറച്ച് ഘടകങ്ങളിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജൻ സ്കറിയയുടെ ഓണർഷിപ്പിലുള്ള ഈ ചാനൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ശരിക്കും ഞങ്ങൾക്ക് വളരെയേറെ സങ്കടവുമായിരുന്നു. പക്ഷേ രാത്രി ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും ഉണ്ടായില്ല. പക്ഷേ അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അത് അദ്ദേഹം ചെയ്ത പുണ്യപ്രവൃത്തി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്യുന്നത് പുണ്യപ്രവൃത്തികളാണ്. ആ പുണ്യപ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർക്ക് ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 3 മണിക്കൂറുള്ള ഒരു സ്റ്റാൻഡ് ഓഫിന് ശേഷം അദ്ദേഹം പുറത്തു വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് മുനമ്പം ജനത, ഭൂസംരക്ഷണ സമിതി, മുനമ്പം സമരത്തിൻ്റെ വലിയൊരു ഘടകമാണ് മറുനാടനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് ഞങ്ങളുടെ ലോകം അറിയില്ലായിരുന്നു. അതിന് മറുനാടിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മറ്റുള്ള പല ചാനലുകളും, ജനം TV, ഷെയ്ക്കിന ന്യൂസ്, ഗുഡ്നസ് TV, മാത്യു സാമുവലിൻ്റെ ചാനൽ, പിന്നെ നമ്മളുടെ ABC ന്യൂസ്, ഇവരെല്ലാവരും അവരുടേതായ ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ മറുനാടിന് നല്ലൊരു പങ്കുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ നടന്ന ഈ 200-ാം ദിവസത്തിന് ശേഷം നടന്ന ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ മൂലമുണ്ടായ കുറച്ച് കാര്യങ്ങൾ, അതെല്ലാം ജനങ്ങളെ അറിയിക്കാൻ സാധിച്ചത് മറുനാടൻ്റെ എൻട്രൻസ് തന്നെയാണ്. മറുനാടൻ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മറുനാടൻ്റെ ന്യൂസ്, ഇന്നലെ ഇറങ്ങിയ ന്യൂസ് കാരണം എല്ലാവരും ഇപ്പോൾ രൂപതയിൽ നിന്നുള്ള മതമേലധ്യക്ഷന്മാരായാലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ വന്ന് ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും അങ്ങനത്തെ കാര്യത്തിലല്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെയില്ല. ഇപ്പോൾ രൂപതയിൽ ഇന്ന് വൈകുന്നേരം ഇവിടുത്തെ ആൾക്കാരെ ചർച്ചയ്ക്ക് രൂപത ആ ഒരു ഉദ്ദേശത്തോടെ, കാരണം അത് മറുനാടൻ്റെ ഒരു ഒറ്റ ഇമ്പാക്റ്റാണത്. കാരണം ആ ഒരു മറുനാടൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷ നേരം കൊണ്ട് ലക്ഷങ്ങൾ കേരളത്തിൻ്റെ ഒരു മൂലയിൽ നടക്കുന്ന ഒരു കാര്യം കാണിക്കുക എന്ന് പറഞ്ഞത് മറുനാടൻ ഷാജൻ സാറിൻ്റെ ഒരൊറ്റ വാർത്തയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അറസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഞങ്ങൾ ആദ്യം ഒരു സ്റ്റക്ക് സിറ്റുവേഷനായിരുന്നു. കാരണം ഇന്നലെ രാത്രി ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളും പെട്ടെന്ന് ആക്റ്റീവായി. കാരണം ഒരു 10 മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നതും എല്ലാ ഗ്രൂപ്പുകളും. അപ്പോൾ എല്ലാവരുടെയും ഗ്രൂപ്പുകളിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അതുമല്ല നമ്മൾക്ക് അദ്ദേഹത്തിന് ഇനി എങ്ങാനും ജയിലിലടക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകണം. അങ്ങനെ എല്ലാവരും ഇന്നലെ ശരിക്കും അതിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞ ശേഷം 2 മണിക്ക് മറ്റുള്ള ഗ്രൂപ്പുകളാണ് എല്ലാവരും എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചത്, സാറിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സാറിനെ വിളിച്ച് നന്ദി പറയണം, ഞങ്ങളെല്ലാവരും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ സാറിനെ ഫോണിൽ കിട്ടിയ സമയത്ത് ഞങ്ങൾ വിളിച്ച് സാറിനോട് ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോൾ സാറും ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്, എന്തുണ്ടെങ്കിലും ഞങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഷർട്ട് ഇടാണ്ട് കൊണ്ടുപോയതിലുള്ളൊരു സങ്കടമാണ്. കാരണം അങ്ങനത്തെ ഒരു കുറ്റവാളിയൊന്നുമല്ല അദ്ദേഹം പാവങ്ങളുടെ കാര്യങ്ങൾക്ക് ഇടപെടുന്ന, എത്രയോ പാവങ്ങളുടെ ശബ്ദം, കേൾക്കാതിരുന്ന ശബ്ദം ജനങ്ങളിലേക്ക് എത്തിച്ചൊരു വ്യക്തിയാണ്. കേൾക്കാതെ നമ്മളെല്ലാവരും ഒഴിവായിപ്പോയ പല കാര്യങ്ങളും, എന്തോരം ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പല കേസുകളുണ്ട്. അതായത് പല സ്കാൻഡൽസും, പല പീഡനങ്ങളും, പല പണത്തിൻ്റെ പറ്റിക്കലും, അവരെല്ലാവരും സുഖമായിട്ട് റോൾസ് റോയ്സിലും മറ്റുള്ള കാര്യങ്ങളും കിടക്കും. ഈ കൊണ്ടുവന്നൊരു വ്യക്തിയെ ഒരു ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് ഷർട്ടിടാതെ വലിച്ചു കൊണ്ടുപോയതിൽ അത് ശരിക്കും പ്രതിഷേധാർഹമാണ്. കാരണം അങ്ങനത്തെ ഒരു കുറ്റവാളിയൊന്നും അല്ലല്ലോ. അങ്ങനത്തെ ഇവിടെ കൊടും ക്രൂരത ചെയ്ത ആൾക്കാർക്ക് ഈ സുന്ദരമായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണത് അത് ഒരിക്കലും ഇതല്ല. മുൻപും
പക്ഷേ ഞാനിന്നും പറയുന്നു മുനമ്പം ജനതയുടെ ഹൃദയത്തിൽ ഉള്ളൊരു വ്യക്തിയാണ്. മുനമ്പം ജനതയുടെ പ്രാർത്ഥനകളിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മുനമ്പം ജനത നടത്തിയ ഈ സമരത്തിന് എന്തെങ്കിലും ഈ സമരം ഞങ്ങളുടെ ഒരു ഇതനുസരിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തീരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ മുനമ്പം ജനതയ്ക്ക് ഈ സമരത്തിനൊരു ചരിത്രമുണ്ടെങ്കിൽ അതിലൊരു വലിയൊരു പാരഗ്രാഫ് സാജൻ സാറിനെ കുറിച്ച് എഴുതാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഞങ്ങളുടെ ഈ കൊച്ചു കടപ്പുറത്തെ എല്ലാ വ്യക്തികൾക്കും മനസ്സിൽ ഇടമുള്ളൊരു വ്യക്തിയാണ് സാജൻ സക്രിയ. അതുപോലെ ഈ ശബ്ദിക്കുന്നതിനെ അടിച്ചമർത്താനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുന്നുണ്ടോ ഇത്? ശബ്ദിക്കുന്നവരുടെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ ഒരിക്കലും അവരെ അടിച്ചമർത്താൻ പറ്റില്ല. ഇപ്പം ശബ്ദിക്കുന്നവർ സത്യത്തോടെയാണ് ശബ്ദിക്കുന്നതെങ്കിൽ ആര് വിചാരിച്ചാലും അടിച്ചമർത്താൻ പറ്റില്ല. കാരണം സത്യത്തിനെന്നും സത്യത്തിൻ്റേതായ ഒരു പൊസിഷനുണ്ട്. സത്യമേ ജയിച്ചിട്ടുള്ളൂ, ഒരിക്കലും അസത്യം ജയിച്ചിട്ടില്ല. അപ്പം ശബ്ദിക്കുന്നവരൊരിക്കലും സത്യമുള്ളവർ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും അടിച്ചമർത്താൻ പറ്റില്ല. കാരണം അത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരം കൂടിയാണ് സത്യത്തിലൂടെ വരുന്നത്. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് അത് ശബ്ദിക്കുന്നവരെ അടിച്ചമർത്താൻ ഒരിക്കലും പറ്റില്ല. അത് ആര് വിചാരിച്ചാലും സാധിക്കില്ല. അത് ഒരാളുടെ തലയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ സംഭവിക്കുകയുള്ളൂ. ഈ അറസ്റ്റ് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ വീട്ടിൽ ഒരാൾക്ക് സംഭവിച്ചാലുള്ള ആ ഒരു വിഷമമാണ് എനിക്ക് തോന്നിയത്. കാരണം ഷാജൻ സാറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളുടെ ഈ 2-3 വർഷമായി ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് ഇവിടെ ആ നേരത്ത് ആദ്യമായിട്ട് വന്ന ചാനലുകാരാണ് ഈ ഷാജൻ സാറും വന്നത്. പിന്നെ ഞങ്ങളുടെ ഈ ഷെക്കിന ന്യൂസും ജനൻ ടി വിയും ഇവരെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഷാജൻ സാറ് ഒരുപാട് കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനൊരു കാര്യം ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല സംഭവിച്ചത്. ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. പുള്ളി അറിയാത്ത കാര്യങ്ങൾ പുള്ളി ചോദിക്കുന്നുണ്ട്. ഇത് എന്താണ് ക്രൈം ഞാൻ ചെയ്തതെന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. അതൊന്നും കൃത്യമായിട്ട് അവർ പറയാതെ തന്നെ അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയാണ്. ഒരു സ്ത്രീ കൊടുത്ത കാര്യം എന്നൊക്കെ പറയണം, അതൊന്നും വ്യക്തമാണ്. അതൊക്കെ പിന്നീട് അറിയത് കോടതിയിൽ വരുമ്പോഴാണല്ലോ അത് കൃത്യമായിട്ട് അറിയണം. എന്നാലും ഒരു ഷർട്ട് പോലും ഇടാണ്ട് പുള്ളിക്കാരനെ വിളിച്ചു കൊണ്ടുപോകണം. അമ്മയും അപ്പനും ആ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണന്മാരുടെ മുമ്പിൽ നിന്ന് ഒരു വ്യക്തിനെ കൊണ്ടുപോകുമ്പോൾ ആ അപ്പനും അമ്മക്ക് ഉണ്ടാകുന്ന വിഷമം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അത് ആരൊക്കെയോ ചേർന്ന് ഒരു ഗൂഢാലോചന എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്ക് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് പുള്ളിക്കാരനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും. ശബ്ദിക്കുന്നത് അടിച്ചമർത്താനുള്ള ശ്രമമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കാം നടക്കുന്നത്. അല്ലാതെ ഇപ്പം എന്താണ്, നേരത്തെയും പുള്ളിയുടെ പേരിൽ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ഇതേമാരനെ ഇത് കൊണ്ടുപോയിട്ട് ഒരു ദിവസം പോലും അവിടെ അടക്കാൻ പറ്റാതെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയുടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള വ്യക്തിയാണ്. പുള്ളി എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനും അതിന് ആവശ്യത്തിന് കൃഷി ചെയ്ത്, അല്ലാണ്ട് ഇത് മാത്രം ചെയ്ത് ജീവിക്കണ മനുഷ്യനല്ലല്ലോ. പുള്ളിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നല്ലോണമുണ്ട്. കാരണന്മാരുടെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ചെന്നിട്ട് ഒരു 2-3 മണിക്കൂർ കൊണ്ട് ആ രാത്രി തന്നെ പുള്ളിക്ക് വീട്ടിലോട്ട് പോരാൻ സാധിച്ചത്. അത് വലിയ ദൈവാനുഗ്രഹമുള്ള മനുഷ്യനാണ്. അതിനി ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാകും ഷാജൻ സാറിന്. ഷാജൻ സാറ് ഒന്നും വരില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി കോടതിയിൽ ചെന്നാൽ പോലും ഇത് വെറും ഷൂ ആയിട്ട് പോയി തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്രയും വിഷമമുണ്ട് സാറിന് അങ്ങനെ സംഭവിച്ചതിൽ. 90 വയസ്സുള്ള ഒരു അപ്പനമ്മയുടെയും കൂടെ 9 മണിക്ക് രാത്രി ചോറിനാനിരിക്കുന്ന നേരത്ത് വന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് വളരെ മോശമായി പോയത്. അത് ചെയ്ത പ്രത്യേകിച്ച് ഒരു ഷർട്ടില്ലാണ്ട് കൊണ്ടുപോകാനായിട്ട് അത് ഒട്ടും ശരിയല്ല. എന്ന് വെച്ചാൽ പുള്ളി 24 മണിക്കൂറും ഇവിടെയുള്ള മനുഷ്യനാണ്. അപ്പോൾ ഒരു രാത്രി 9 മണി അത് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഒന്നും നേരമില്ല എന്നിട്ടാണ് 9 മണിക്ക് ചെന്ന് പിടിച്ചതെന്നുള്ളതാണ് ഞാൻ ചോദ്യം. എന്നുവെച്ചാൽ അത് ഒട്ടും ശരിയല്ലാത്തൊരു തന്നെ. പുള്ളി എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷേ ആ ഒരു ടൈം തിരഞ്ഞെടുത്തത് ശരിയല്ല. ആ അപ്പം നമുക്ക് വല്ല പ്രഷറാ ഷുഗറാ എന്തെങ്കിലുമൊക്കെ അടിക്കരുതെങ്കിൽ എന്തായിരുന്നാണ് ഇന്നത്തെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? പുള്ളി മാത്രമേ ഉള്ളൂ അപ്പനമ്മനെയും സഹായിക്കാറുള്ള ആൾ. ആ ആളെയാണ് ഈ പിടിച്ചുകൊണ്ട് പോയത്. ആ ഒരു മോനെ പിടിച്ചുകൊണ്ട് വന്നിടത്ത് ആ അപ്പനമ്മയുടെയും മാനസികാവസ്ഥ എന്തായിക്കൊള്ളൂ. അപ്പോൾ അവർക്കൊന്നും പറ്റാണ്ട് നിന്നത് ദൈവത്തിന് സ്തുതിയാക്കാൻ. പുള്ളി ദൈവത്തോട് അത്ര അടുത്തേക്കണ ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പേരിൽ ആപ്പൻ നമുക്കൊന്നും പറ്റിയില്ല, ഇതെനിക്ക് പറയാനുള്ളൂ. പക്ഷേ ചെയ്തത് തെറ്റായിപ്പോയി. ഒരു മുനമ്പംകാരനാണ്. ആ ഒരു രീതിയിൽ അദ്ദേഹത്തിനോട് എങ്ങനെയാണ് സ്നേഹം? ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള മനുഷ്യൻ. കാരണം ഇവിടെ ആരും ഞങ്ങളെ ഈ സഹായിക്കാനില്ലാത്ത ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചേക്കണ മനുഷ്യൻ ഈ പറഞ്ഞ ഈ മറുനാടൻ എന്ന് പറഞ്ഞ ചാനൽ. പുള്ളി എന്താണെന്നൊക്കെ എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ പുള്ളിയുടെ സഹായമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ നന്മയാണ് വിതർത്തിയേക്കണം. ഇവിടെ മൊത്തം ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഞാനിന്ന് ഇതിൻ്റെ വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒരു പുള്ളിനെ കൊണ്ടുപോകണം കണ്ടിട്ട് എനിക്ക് അതിയായ വിഷമം തോന്നി. അത് തന്നെ ഞങ്ങൾക്ക് അതിൽ പ്രതിഷേധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിയുടെ അപ്പനും അമ്മയും സുഖമില്ലാത്ത ആളാണ്. അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുള്ളി മാത്രമേ ഉള്ളൂ. ഈ പോലീസുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാരണന്മാർക്ക് എന്താണെന്ന് ബന്നെന്ന് പറയാൻ പറ്റില്ല. വല്ല സോഡിയം കുറഞ്ഞു പോയി പറഞ്ഞ കാര്യമാണ്. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിച്ചത്.
അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ആരോട് സമാധാനം പറയും? ഈ കാരണന്മാർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അപ്പോൾ ഇവർക്ക് നേരം വെളുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമല്ല. അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ കള്ളനെ കൊലപാതകനെ കൊണ്ടുപോയാലും മാന്യമായ രീതിയിലല്ലേ ഇവർ ചെയ്യുള്ളൂ. അതിന് പോലും സമയം കൊടുത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച് പുള്ളി സത്യസന്ധമായ കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പറയണത്. ഇപ്പോൾ 3-4 ഇപ്പോൾ പറഞ്ഞതുപോലെ സാജൻ സാറിന്, പിന്നെ ജൻ DV, ഈ മാത്യു സാമുൽ സാറ്, പിന്നെ ഷക്കീന, ഈ ഗുഡ് ന്യൂസ്, ഇവരൊക്കെ വന്നേ പിന്നെ ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. അതിൽ പ്രധാനമായിട്ടും സാജൻ സാറിൻ്റെ ഒരുപാട് ഞങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് പുള്ളിയോട് അതിയായ സന്തോഷവും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അതിൽ ഒരുപാട് വിഷമമുണ്ട്. ഞാൻ എന്ത് കണ്ടതിൽ എനിക്ക് അത്ര പറയാനുള്ളൂ. ഈ ശബ്ദിക്കുന്നതെ അടിച്ചമർത്താനുള്ളൊരു ശ്രമമാണെന്ന് തോന്നുന്നു. അതന്നെ, അത്രേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഈ സത്യങ്ങൾ പറയണ ആളുടെ ഈ പൂട്ടിയിടുക, അതാണ് എനിക്ക് തോന്നണത്. ഇവിടെ സത്യത്തിന് വലിയില്ലല്ലോ. അതാണ് എന്തോരം കൊലപാതകളും കഞ്ചാവ് കച്ചവടക്കാരെയും ഈ ഒരുപാട് അഴിമതി നടത്തുന്ന ആളുകളുണ്ട്. അവരെയൊന്നും പിടിക്കണില്ല. ഇതുപോലെ പുള്ളിനെ ഷർട്ട് ഇടാണ്ട് പോലും വണ്ടി കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് നടക്കണ ചെയ്യാൻ പാടില്ല. അത് തെറ്റല്ലേ അത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണസമിതി, ഞാൻ ആരെയും കുറ്റം പറയാനല്ല, പുള്ളിക്ക് അത് നേരം വെളുക്കുന്നേരം ഒരു ടൈം കൊടുക്കായിരുന്നു. എനിക്ക് അത്ര പറയാനുള്ളത്. ഷാജൻ സാറ് ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിലൂടെയാണ് ഞങ്ങൾ ഈ മുനമ്പം ജനതയുടെ വിഷമം ലോകത്തെ അറിയിച്ചത്. ഞങ്ങളെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു പത്രമാധ്യമങ്ങളോ ഒരു വാർത്താമാധ്യമങ്ങളോ വരാതിരുന്നൊരു സമയത്തും ഷാജൻ സാറ് വന്നിട്ടാണ് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വിഷമങ്ങൾ ഒപ്പിയെടുത്ത് ഈ ലോകത്തെ അറിയിച്ചത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമം തോന്നി. കാരണം സത്യാവസ്ഥ തുറന്നു പറയുന്ന ഏതൊരു മാധ്യമപ്രവർത്തകനും ഇതാണ് അവസ്ഥ എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് സത്യത്തിൽ. ഒരു വൃദ്ധരായ മാതാപിതാക്കളോടൊപ്പം ഇരിക്കുന്ന ഒരു മനുഷ്യന് രാത്രിയിൽ വന്ന് ഒരു ഷർട്ട് പോലും ഇല്ലാതെ വലിച്ചിറക്കി കൊണ്ടുപോകുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പിന്നെ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാർ ഇതിലൊന്നും തൂക്കില്ല. സാർ ഇനിയും പടുത്തുയർത്ത് തന്നെ വരും. ഇരട്ടി ശക്തിയോടെ തന്നെ വന്ന് ആഞ്ഞടിക്കും. സത്യമായ വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവരും. ജനങ്ങൾക്ക് അതിൽ നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെ അടിച്ചമർത്താൻ പറ്റുന്ന ഒരാളല്ല. അത് നമ്മൾക്ക് പല കാര്യങ്ങളിലൂടെ ഇപ്പോൾ പല അറസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. സാറ് തന്നെ പല കേസുകളും നേരിടുന്നത് നമുക്കറിയാം. സാറങ്ങനെ തളർന്നു പോകുന്നൊരു വ്യക്തിത്വമൊന്നുമല്ല. അത് ആരുടെയും എന്താ പറയണ, അത് ആർക്കും അങ്ങനെ ഒരു വിചാരം വേണ്ട. സാറത് ഇരട്ടി ഇതിൽ തന്നെ തിരിച്ചു വരും, അത് ഉറപ്പാണ്.